നമസ്കാരം. RJ's വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RJ ആണ് നമ്മളത്. രാവിലെ പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി പോകണം. മമ്മിയുടെ ബർത്ത്ഡേ ആണ് 14-ാം തീയതി. പിന്നെ 14-ാം തീയതി വിഷു ആണ്. അപ്പോൾ വിഷുവായിട്ട് മമ്മി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ്. മമ്മി വിളിച്ച സ്ഥിതിക്ക് പോയി ശരിയാവില്ല. 3 മാസമായിട്ട് മമ്മീൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുന്നത് മിണ്ടാതെ. അപ്പം മമ്മി വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ആ പിണക്കം കൂടും. അതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വെച്ച് ഇറങ്ങിയാണ്. പിന്നെ ഞാൻ രാവിലത്തെ ചേട്ടൻ നിൽക്കുക ഓടി തിരിച്ച് ഓടിയപ്പോൾ ഒന്ന് സ്ലിപ്പായി വീണുകയും ചെയ്തൊക്കെ ചെയ്ത്. ഇതേ നമ്മളിപ്പോൾ നമ്മളെ സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക്. വലിയ ലോങ് യാത്ര ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് എടുക്കുന്നത് നല്ലതാണ്. കാരണം എവിടെയൊക്കെ വീഴാതിരിക്കാൻ ബെസ്റ്റ് സാധനമാണ്. വീണാലും താങ്ങി പിടിക്കാൻ ഒരു ഉപകാരപ്പെടും. അതുകൊണ്ടൊക്കെ സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. വൈഫ് ഇതേ ധൃതി പിടിച്ച് ഫ്രണ്ടിലേക്ക് ഓടിയിട്ട് അടപ്പ് പട്ടിയെ പോലെ നിൽപ്പുണ്ട് ബസ് വരാനായിട്ട്. ബസ് വരാൻ ഇനി സമയമുണ്ട്. അത് നമുക്ക് പോയി നോക്കാം. ഇതേ വൈഫ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ വന്ന ശേഷം എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ചാണ് ചെയ്യണത്. ഒരു കാര്യം ക്ഷമയോടെ വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും എവിടെ യാത്ര ചെയ്യുമ്പോഴും ഭയങ്കര ധൃതി പിടിക്കുകയും കോപ്പൊക്കെയാണ്. അവളുടെ കോപ്പിൽ ധൃതി കാരണമാണ് ഞാൻ രാവിലെ തന്നെ അവിടെ സ്ലിപ്പാവുകയും ചെയ്ത് എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് മടങ്ങി ഭയങ്കര പെയിനും കാലം നടക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ സ്റ്റിക്കൊക്കെ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ബസ് എപ്പോഴാണെന്ന് അറിയാൻ പാടില്ല. ബസ് ഇനി 7 മണിക്കാന്ന് പറഞ്ഞ സമയം. ഇപ്പോൾ അപ്പോൾ 6:30 ഇവിടെ വെറുതെ ധൃതി പിടിച്ച് ഓടിപ്പിടിച്ചിട്ട് വരും ചെയ്തു. ഇവിടെ ഒന്ന് എന്താ ബസ് 7 മണിക്കുള്ളൂ. ഇനി ബസ്സൊന്നും ഇപ്പം ഇല്ല. 7 മണിക്ക് ബസ്സുള്ളൂ. 7 മണിയാവാൻ ഇനി 1/2 മണിക്കൂറുണ്ട്. ഇവിടെ വെറുതെ ഇവിടെ പട്ടിയെ പോലെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്താ പട്ടിയെ പോലെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്താ ടൈം ഇവിടെ പട്ടിയെ പോലെ വെറുതെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ആദ്യമായിട്ട് എൻ്റെ കാലോടിയുന്നതും ഇവിടെ ധൃതി പിടിക്കൽ കാരണമാണ്. ധൃതി പിടിപ്പിച്ച് ഇറങ്ങിപ്പിച്ചാണെന്നും കാല് സ്ലിപ്പായി. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് കാലൊടിഞ്ഞ് എല്ല് 2ആയി പോകുന്നതും പിന്നെ മറ്റേ ചിരട്ട വളർന്ന് വേറെ സൈഡിലേക്ക് പോയതൊക്കെ അതിന് ശേഷമാണ്. അതിൻ്റെ ഉത്തരവാദിയായ ആളവിടെ ഇരിക്കുന്നുണ്ട്. അവളവിടെ ഇരുന്ന് എന്തൊക്കെയോ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടി. നമുക്ക് ബസ് വരുമ്പോൾ കയറി പോകണം. ഇവിടുന്ന് ഇപ്പോൾ മമ്മയെ വിളിച്ചിട്ട് പോയില്ലേ ശരിയാവില്ല. പിന്നെ മമ്മിയുടെ മടക്കം കൂടും. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോയാലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ബസ് വരാണ്ട് വെയിറ്റ് ചെയ്യണം. ബസ് വന്നിട്ട് കയറിയ ശേഷം നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് തിരുവനന്തപുരം ബസ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇത്ര ധൃതി ഓടൂലായിരുന്നു. 8 മണിക്ക് വേറെ ബസ്സുണ്ട്, 10 മണിക്ക് വേറെ ബസ്സുണ്ട്. ആ ബസ്സിനൊക്കെ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ 7 മണിക്കൂർ ബസ്സിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് ഓട്ടമായിരുന്നു. ആ ഓട്ടമാണ് ഇപ്പോൾ എന്നോട് ചെറുതായിട്ടൊന്ന് വീഴ്ത്തിയതും കാല് സ്റ്റക്കായതൊക്കെ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, കഴിഞ്ഞത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ബസ് വരുമ്പോൾ ബസ്സിൽ കയറി പോകണം. അപ്പോൾ നമുക്ക് കൊച്ചി വെച്ച് കാണാം. നമ്മൾ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലുള്ള ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. എനിക്കിന്നലെ ഹാൻഡിക്യാപ്പുള്ള സീറ്റ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ നിന്ന് പോകാൻ വയ്യാത്തതുകൊണ്ടാണ്, കുത്തി നിരങ്ങി പോകാൻ വയ്യാത്തതുകൊണ്ടാണ്. തലയിലൂടെയും തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഹാൻഡിക്യാപ്പിൽ കയറും. നമുക്ക് സീറ്റ് കിട്ടുന്ന പ്രതീക്ഷ നമുക്ക് പോവാണ്. സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കി നമുക്ക് വീട്ടിൽ കാണാം. നമ്മൾ ബസ്സിൽ കയറി ഗൈസ്. നമുക്ക് ബസ് കിട്ടി. വൈഫോടെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇപ്പോൾ ഒന്നേ ഉള്ളൂ. ഒരുപാട് ലേറ്റായി ബസ് തരാനായിട്ട്. നേരത്തെ കാലത്ത് ബസ് സ്റ്റോപ്പിൽ ഒന്ന് വെറുതിരുന്നു. നമുക്കിനി തിരുവനന്തപുരത്ത് പോയിട്ട് ബസ് ട്രെയിൻ കയറുമ്പോൾ കാണാം. തിരുവനന്തപുരത്ത് ആകുമ്പോൾ ഞാൻ കാണിക്കാം. തിരുവനന്തപുരത്തെ ബസ് രാവിലത്തെ സമയത്ത് ബസ്സിലേക്ക് അവിടെ ഒരുപാട് ബസ് പോയിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കയറി വേണം നമുക്ക് ട്രെയിൻ കയറി പോകാനായിട്ട് വീട്ടിലേക്ക്. വൈഫോടെ നടക്കുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ബാക്കി നടന്ന് അങ്ങോട്ട് പോട്ടെ. എങ്ങനെയൊക്കെ നമുക്ക് തമ്പാനൂരിന് സ്റ്റേഷനിലേക്ക് കഴിയുമ്പോൾ ട്രെയിൻ കിട്ടിയാൽ മതിയായിരുന്നു. പെട്ടെന്ന് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പെട്ട അവസ്ഥയാവും. തിരക്കില്ലാതെ പോയാൽ മതിയായിരുന്നു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ബസ്സിൽ തന്നെയായിരുന്നെങ്കിലും നമ്മൾ വീടിനോടൊന്ന് കയറിയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ വരുന്നതിന് കഴിച്ച് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഈ കോളേജ് പിള്ളേരും പിന്നെ വർക്കേഴ്സും രാവിലെ മണിക്കൂർ ആൾക്കാർക്കും ഒക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ തമ്പാനൂരിൽ നിന്ന് ഇനിയിപ്പോൾ താഴത്തിറങ്ങി സ്റ്റാൻഡ് മറ്റേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് അവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മണിക്ക് ട്രെയിനെന്ന് അന്വേഷിക്കാം. ട്രെയിൻ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ കയറി പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പെടും. തിരക്കില്ലാതെ കിട്ടിയാൽ സീറ്റൊന്നും പ്രതീക്ഷിക്കണം. പിന്നെ നമ്മൾ വികലാംഗരുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറണം. പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് ആൾ കുത്തി തിരങ്ങി തിരക്കാവാൻ ചാൻസ് ഉണ്ട് ചില സമയത്തൊക്കെ. അതാവാതിരിക്കട്ടെ നോക്കാം. ഇവിടെ ഫുൾ ഓട്ടോറിക്ഷ നിറഞ്ഞു നിൽക്കുകയാണ്. ഓട്ടോ ഇങ്ങനത്തെ നിങ്ങളിവിടെ വരുമ്പോൾ ഈ ഓട്ടോറിക്ഷ എടുത്ത് പോകരുത്. അവിടെ സെപ്പറേറ്റ് സ്റ്റാൻഡിനോടായിട്ട് ടിക്കറ്റ് എടുത്ത് പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ട്. ഇതിൽ കൂടെ ഇവരുടെ പോയി കഴിഞ്ഞാൽ ഇവർ നമ്മളെ ചുറ്റിക്കറക്കിയിട്ട് 200-300 രൂപ വാങ്ങിച്ചിട്ട് പറ്റിക്കാൻ നോക്കും. ഒരു പ്രാവശ്യം എനിക്ക് അനുഭവമുള്ളതാണ്. നിങ്ങളവിടെ പുറത്തിറങ്ങി അവിടെ പോകേണ്ട ചാർജ് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് വേണം ഓട്ടോറിക്ഷ പോകാൻ. അതാണ് നല്ലത്. അല്ലെങ്കിൽ പണി പാടും. ഈ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരോട് പോയി കഴിഞ്ഞാൽ പണി പാടും. അനുഭവമുള്ളതാണ് പറയണത്. ആരും ഈ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരോട് വരുമ്പോഴും ഇറങ്ങുമ്പോൾ ചോദിക്കും എങ്ങോട്ടോ പോകണമെന്നിട്ട്. അങ്ങനെ ആൾക്കാരുടെ കൂടെ പോകാൻ നിൽക്കരുത്. പോയി കഴിഞ്ഞാൽ പണിയാവും. സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് ക്രോസ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റാൻഡിൻ്റെ എൻട്രിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ട്
നമ്മളെ റെയിൽവേയുടെ ഗവൺമെൻറ് പോലീസ് ടോക്കൺ കൊടുക്കുന്ന ഓട്ടോ സ്റ്റാൻഡുണ്ട്. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് പോവാം. അതിപ്പോൾ ഇവിടെ നല്ല കൊച്ചിയിലായാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ എടുത്ത് പോവാം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നന്നായിട്ട് പഠിച്ചിടവന്മാർ. എനിക്കൊരു ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇട്ടിരിക്കുന്ന നിക്കർ ധൃതി പിടിച്ചിട്ടിട്ട് ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലും ആയ നിക്കർ ഇട്ടിരിക്കുന്നത്. അതിന് പറ്റുമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കേട്ട് ട്രെയിനിൽ കേട്ട് ബാത്റൂം കേട്ടാണ് എൻ്റെ നിക്കർ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് തിരിച്ചിടാനായിട്ട് ധൃതി പിടിച്ച് ഇറങ്ങുമ്പോൾ അവസ്ഥ ഇതാണ്. അതാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാറി പോകുന്നത്. ഇനി നമുക്ക് ട്രെയിനിലേക്ക് പോകാം. അവിടെ പോയിട്ട് ഞാൻ ഇതാക്കി തരാം. അവിടെ പോയിട്ടാണ് എനിക്ക് നിക്കർ തിരിച്ചിടാനായിട്ട്. എത്ര മണിക്കാർ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. ബാധ്യത എന്നെ മരിച്ചുകൊണ്ട് പോകുന്നുണ്ട്, വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എത്ര മണിക്കാണ് ട്രെയിൻ വെച്ചാൽ ആ സമയത്ത് കയറി പോവാം. ഫൈനലി നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞു. നമ്മളെ ട്രെയിനിൽ കുറച്ചുകൂടി തിരക്കാമെന്ന് തോന്നുന്നു. ഇത് എപ്പോഴും എടുക്കാൻ പറയുമ്പോൾ ഇവിടെ ഫുള്ളും വെള്ളമൊക്കെയാണ്, വൃത്തിയുടെ വെള്ളമുണ്ട്. ഞാൻ പോയിട്ടാണ് നിക്കർ തിരിച്ചിട്ട് വരാൻ കഴിയും. ഭയങ്കര തിരക്ക് വരുന്ന പോയി നിക്കർ തിരിച്ചിട്ട് നല്ലത്. നമുക്കൊന്ന് നിക്കറൊക്കെ മാറ്റിയിട്ടിട്ട് വരാം. ഇവിടെയൊക്കെ വെള്ളം വേണത് ഞാൻ കഴിച്ച് മഴ പെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ മേടിച്ചു. പക്ഷേ അല്ല, ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർ കഴുകി വൃത്തിയാക്കിയതാണ്. ഞാൻ സാധാരണ കയറുമ്പോൾ ഇത്രയും വൃത്തി ഉണ്ടാവാറില്ല ബാത്റൂമൊന്നും. ഇവിടെ ഇപ്പം ഇന്നും ബാത്റൂം ഇപ്പോൾ ഭയങ്കര വൃത്തിയുണ്ട് ബാത്റൂം. അവരേ ഉള്ളൂ ഉണ്ടാവും, കഴുകി വൃത്തിയായിട്ടുള്ളൂ. ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മൾ സാധാരണ എറണാകുളത്ത് കയറുമ്പോൾ നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലായിരിക്കും. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകൾ ബംഗാളിൽ കൊണ്ട് പോകാൻ ശല്യമാണ്. ഇവിടെയൊക്കെ തൂറ് നശിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കയറിയപ്പോൾ ഈ വഴിയിലും ഇവിടെയൊക്കെ തൂറ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വെള്ളം കിടക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയ വെള്ളമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പുറത്തൊരു വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചിമാർ, അവിടെ പുറത്ത് കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വെള്ളം വൃത്തിക്ക് കഴുകിക്കൊണ്ടാണ് നമുക്കിത് വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഇതേ ക്ലീൻ ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. ചേച്ചിമാർ അപ്പുറത്ത് ട്രെയിനും കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ വൃത്തി ഉണ്ടാവും. ട്രെയിനിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയാലും അവരിപ്പോൾ കഴുകി വൃത്തിയായിട്ട് പോയിട്ടുള്ളൂ. ഇതിന് ഇന്ത്യക്കാരൊക്കെ കയറി നശിപ്പിക്കുമ്പോഴാണ് ഉപയോഗപ്പെടുത്ത അവസ്ഥയാവണത്. നമ്മളെന്തായാലും തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പോയി സീറ്റിലിരിക്കാം. അധികം തിരക്കിനകത്ത് കയറാതിരിക്കണമെന്ന് പ്രാർത്ഥനയിലാണ് ഇരിക്കുന്നത്. ട്രെയിൻ കയറി ഒരുപാട് തിരക്കേറി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയാവും. കുത്തി തിരക്കി പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ വരാതിരിക്കണമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കാം. കൊച്ചിയിലെത്തിയിട്ട് എനിക്ക് കാണാൻ കഴിയും. നമുക്കിനി നമ്മുടെ അടുത്ത ലക്ഷ്യം, നമ്മൾ അടുത്ത ടാർഗറ്റ് പോയിന്റ് കൊച്ചിയാണ്. വീട്ടിൽ പോകണം. നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആണ്. മമ്മിക്ക് ബർത്ത്ഡേ വിഷയമാണ്. ബർത്ത്ഡേ പറഞ്ഞാൽ ഏപ്രിൽ 11 ബർത്ത്ഡേ. നാളെയാണ് മമ്മിയുടെ ബർത്ത്ഡേ. നമ്മളിന്ന് വീട്ടിലെത്തും. പിന്നെ മറ്റന്നാൾ വിഷു ആണ്. പക്ഷേ വീട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു വിഷു ഒക്കെ ആയിട്ടായിരിക്കും വീട് വരുമെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ചിലപ്പോൾ വീട്ടിൽ റേഞ്ചുള്ളതിൻ്റെ നേരത്തെ വീട് ഇടും. ഇവിടെ റേഞ്ച് തിരുവനന്തപുരത്ത് നമ്മൾ കാട്ടിൽ റേഞ്ച് ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഒരു വീടെടുത്ത് 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വീട് അപ്ലോഡ് ആവുന്നത്. വീട്ടിൽ നമുക്ക് റേഞ്ച്, കൊച്ചി നമുക്ക് റേഞ്ച് ഫുൾ റേഞ്ച് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ, ഇവിടെ പറ്റുമെങ്കിൽ നമുക്ക് വിഷുവിനും അതിന് പിറ്റേ ദിവസം 15-ാം തീയതി തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് കൊച്ചി വെച്ച് കാണാം. നമ്മൾ ട്രെയിൻ വൈഫ് മൊബൈൽ വിളിച്ചിപ്പാണ്. അധികം തിരക്കൊന്നുമില്ല. ആപ്പാടെ 2-3 പേരും കൂടി മാത്രമേ ട്രെയിനിലുള്ളൂ. നമ്മൾ ട്രെയിൻ എടുത്തു. കഴക്കൂട്ടെത്താറായി തോന്നുന്നു. കഴക്കൂട്ടാണോ ഏതാ സ്ഥലം എത്തിയിട്ടില്ല. ട്രെയിൻ എടുത്തിട്ട് ഫസ്റ്റത്തെ സ്റ്റോപ്പിൽ നിർത്തൂല. കഴക്കൂട്ടം നിർത്തൂല. കഴക്കൂട്ടം നിർത്തുന്നു തോന്നുന്നു. വേറെ നിർത്തൂല തോന്നുന്നു. കഴക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ ഇത് കൊല്ലമാണോ പത്തനംതിട്ട മാവേലിക്കര കൊല്ലത്ത്. കഴക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്താന്ന് തോന്നുന്നു. ഇത് തിരുവനന്തപുരം മറ്റേ ഇതാണെന്ന സ്ഥലം. പാളയം ആണോ സംശയം. ഇതിപ്പോൾ എവിടെ എത്തി നമുക്ക് നോക്കട്ടെ. അങ്ങോട്ട് പറഞ്ഞുതരാം. സോറി ഗൈസ്, തെറ്റിപ്പോയി. തിരുവനന്തപുരം പാളയമല്ല, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എടുത്ത് ആ ഒരു വീഡിയോ. സ്റ്റേഷൻ ഇത്രയും ഫാസ്റ്റായിട്ട് എടുക്കുമെന്ന് വിചാരിച്ചില്ല. സ്റ്റാൻഡ് എടുക്കുന്നത് ആദ്യത്തെ കാണുന്നത്. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് വണ്ടി എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കൊച്ചിയിൽ ചെല്ലണം. അവിടെ എത്ര മണിക്ക് എത്തുന്നറിയില്ല. ഒരിക്കലും ഉച്ചമണിക്ക് എത്തും തോന്നുന്നു. വൈഫോടെ സുഖമായിട്ട് മൊബൈലും കളിച്ചിരിപ്പാണ്. അവളോടെ പാട്ട് മറ്റേ ബിഗ് ബോസാണ് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സൊക്കെ യൂട്യൂബ് ഫേസ്ബുക്കിലിരുന്ന് കാണാൻ തോന്നുന്നു. അപ്പോൾ അവൾ മൊബൈലും കളിച്ചിരിക്കുകയാണ്. അധികം തിരക്കും. നമുക്ക് എന്തായാലും വിശപ്പൊന്നുമില്ല. രാവിലെ തന്നെ ഇന്നലെ നമ്മൾ രാത്രി കഴിച്ച പുട്ട് ഇന്ന് രാവിലത്തേക്ക് 2 ലക്ഷം മാറ്റിച്ചായിരുന്നു. നമ്മൾ ആ പുട്ടും കറിയും കഴിച്ച് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ വിശപ്പൊന്നുമില്ല. ധൃതി പിടിച്ച് ഇറങ്ങിയതുകൊണ്ട് നിൽക്കലൊക്കെ തിരിഞ്ഞു പോയെന്നുള്ളൂ. അതൊക്കെ പക്ഷെ തിരിച്ചിട്ട് ശരിയാക്കി എടുത്തിട്ട് ഫ്രണ്ട് ബാക്കൊക്കെ തിരിഞ്ഞൊക്കെ പോയതാണ്. റോഡിൽ കൂടെ ആൾക്കാരൊക്കെ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്നു, എന്തൊക്കെ വിചാരിക്കുമെന്ന് അറിയാം. നമ്മളെ പോട്ടറാന്ന് വിചാരിച്ചിട്ടുണ്ടാവും മിക്കവാറും. നിക്കർ തിരിച്ചിട്ട് നടന്ന സ്ഥിതിക്ക് എങ്കിലും കുഴപ്പമില്ല. നമ്മൾ സ്റ്റേഷനിൽ കയറി നിക്കർ ബാത്റൂം വന്നപ്പോൾ നിക്കറൊക്കെ മാറ്റാൻ പറ്റില്ല.
അവിടെ കുഴപ്പമില്ല, നിൽക്കണ തിരിച്ചിടാൻ പറ്റി. എന്തായാലും തിരക്കൂല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേഷനിൽ തുടങ്ങുന്നതിൻ്റെ പേരിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ വർക്കല ശിവഗിരി എത്തി. എനിക്ക് തോന്നുന്നു വർക്കല ശിവഗിരി നമ്മളെ കൊച്ചിയിലെ ആലോ പോലെ തോന്നുന്നത്. മിക്ക വണ്ടിയും ആലോ നിർത്തും, നല്ല ഒട്ടുമിക്ക വണ്ടി ഇവിടെ നിർത്തും. തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിർത്താതെ പോകുന്ന വണ്ടി ഉണ്ട്, പക്ഷേങ്കിലും കുറേ വണ്ടികൾ ഇവിടെ നിർത്തും. അതിന് ശേഷമായിരിക്കും മിക്ക വണ്ടികളും നമ്മളെ കൊല്ലത്ത് നിർത്തുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പുണ്ട്. ഇവിടെ തിരക്ക് കയറാതിരുന്നാൽ മതിയായിരുന്നു, കയറാതിരിക്കട്ടെ. ഒരുപക്ഷെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതിൻ്റെ പേരിലായിരിക്കും കൂടുതലും എല്ലാ വണ്ടികളും ഇവിടെ നിർത്തുന്നത്. കാരണം ലോങ് പോകുന്ന ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ നിന്ന് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് സായപ്പന്മാരും മതാവന്മാരൊക്കെ നിൽപ്പുണ്ട് ട്രെയിൻ കയറാനായിട്ട്. തിരക്ക് കുത്തിക്കാറായിക്കട്ടെ, കുത്തിക്കാറായി കഴിഞ്ഞാൽ പണി പാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയല്ലേ. നമ്മളിപ്പോൾ കൊല്ലം പരവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷേ നമ്മൾ കാര്യം മിസ് ചെയ്ത്. ആ കായലിൽ അടിപൊളി വ്യൂ ആയിരുന്നു, കാണാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല, മിസ് ചെയ്ത ആ വ്യൂ. കാരണം ഞാൻ ആ സമയത്ത് വൈഫ് മൊബൈൽ കളിച്ചിട്ട് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ സീറ്റിൽ വേറൊരു വയ്യാത്തൊരു ചേച്ചി വന്നിരുന്നപ്പോൾ അവൾ ഇങ്ങോട്ട് അടുത്തുനിന്നിരുന്നത്. അപ്പോൾ അവൾ ഫോണിൽ സൗണ്ട് വെച്ചിരുന്നപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയിരിക്കുകയായിരുന്നു. കായലും തീരാനായപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ തന്നെ നോക്കുന്നത്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാം കൂടെ പെട്ട അവസ്ഥയിൽ. കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കായൽ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. ഇവിടെ നിന്നാണ് തിരക്കണമെന്ന് തോന്നുന്നത്. ഇവിടെ തന്നെ ഇത്ര ആൾക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും തിരക്കണം. കാരണം ഈ കോച്ചിൽ ഈ ട്രെയിനിൽ മുക്കാൽ ഭാഗം കോച്ചും AC ആണ്. അപ്പോൾ ആളുകളെല്ലാവരും ഈ സെക്കൻഡ് ക്ലാസ്സും ഈ പറഞ്ഞ ഹാൻഡിക്കാപ്ഡൊന്നും പറയുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പണിയിടാൻ ചാൻസ് എന്ന് തോന്നുന്നു. നോക്കാം തിരക്കോ ഇതാവോ ഇല്ലയെന്ന്. കൊല്ലത്ത് ഓൾറെഡി അപ്പുറത്ത് ട്രെയിനകത്തുണ്ട്. അത് കാര്യമാണ്, അത് പോകുന്നില്ല എന്ന് തോന്നുന്നു. അത് പിടിച്ചിട്ടേക്കുന്ന ട്രെയിനാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടം ആളുകൾക്ക് തോന്നുന്നു. നമുക്കെന്തായാലും നോക്കാം. അവിടെ തിരക്ക് പണിയിട്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെ പുരോഗമനം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിന്നും മറ്റേ ഇതില്ലാത്തതിൻ്റെ പേരിൽ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഇതൊക്കെ എപ്പോഴത്തേക്കും അറിയില്ല. വൈഫ് ബിഗ് ബോസ് ആരോ ഒരാൾ നിൽപ്പെടുന്ന തൊട്ട് അങ്ങോട്ട് പോയി കളഞ്ഞ് ബിഗ് ബോസിലെ കൂടുതൽ ഏതൊരു പയ്യനാണ് നിൽക്കുന്നതുകൊണ്ട് വൈഫ് അങ്ങോട്ട് പോയി. അത് ഇച്ചിരി പണിയാണ്. കാരണം വെച്ചാൽ അത് ഒരുപാട് ദൂരം അപ്പുറത്താണ് നിൽക്കുന്നത്. അവൾ ഇവിടെ ഇറങ്ങിയിട്ട് ബോധില്ലാതെ അങ്ങോട്ട് പോവാണ്. നമുക്ക് എന്തായാലും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. വൈഫോട് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് മണ്ണൊക്കെ കൊണ്ട് വെച്ചേക്കണേ. ഇപ്പോൾ വെള്ളം വാങ്ങാൻ വേണ്ടി പോയേക്കാണ് ഗൈസ്. അവൾക്ക് എന്തോ കുടിക്കണം എന്നുകൊണ്ട് മറ്റേ ജ്യൂസ് വല്ലതും കിട്ടുമെന്ന് വേണ്ടി പോയിരിക്കുകയാണ്. അവിടെയൊക്കെ തിരക്കാണ്. ഞാൻ പറഞ്ഞ അവിടുത്തെ ബ്യൂസിൽ അപ്പോൾ അതിനെ കാണുന്നില്ല. കാരണം ട്രെയിൻ പിന്നെ ആ സമയത്ത് അവളോട് വെച്ച് കണ്ടതാണ്. അത് ഇവിടെ വെച്ച് കാണുന്നത് നടക്കാത്ത കാര്യമാണ്. അവിടുത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ അറ്റത്തേക്ക് ആ പയ്യനാണെങ്കിൽ സെൻറ്ററിലൂടെ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ അവിടെ വരെ എത്ര നടക്കില്ല നമ്മൾ പറഞ്ഞതിൽ അവൾക്ക് മനസ്സിലായി. ബോധോദയം വന്ന് അപ്പോൾ വൈഫ് അതിനുശേഷം ഇത് വെള്ളം എന്തോ വാങ്ങാൻ പോയിട്ട് വരുന്നുണ്ട് ഗായ്സ്. അങ്ങനെ ഞാൻ മുളക് ബജി മേടിച്ചോണ്ട് കൊടുത്ത് മുളക് ബജിക്കൊക്കെ പൈസ കൊടുത്തു. 40 രൂപയാണ് 3 എണ്ണത്തിന്. അപ്പോൾ ബജി തിന്നു. ആൾക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ച്. പിന്നെ ഞാനൊരു ജ്യൂസ് വാങ്ങിച്ചു. വലിയ തണുപ്പില്ല ഇതാക്കും ഇവിടെ വന്ന്. അപ്പം കോഫി അത് പറഞ്ഞു. എന്തായാലും തീറ്റ നടക്കട്ടെ. മുളക് ബജി കൊള്ളാൻ കഴിച്ച് തണുപ്പുണ്ടാകുന്ന ചൂടുണ്ടായിരുന്നു. ഫ്രഷായിരുന്നു, പഴയതായിരുന്നില്ല. വൈഫ് അങ്ങോട്ട് കുറേ തിരക്കിന് അങ്ങോട്ട് അവിടെ വരെ ഓടിച്ച് വാങ്ങിട്ട് വന്നത്. മാംഗോ ഫ്രൂട്ട് തണുപ്പില്ല എന്നുള്ളത്. ഞാൻ കുടിച്ചു പോട്ടെ. ത് നല്ല ഭക്ഷണം കിട്ടുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേഷൻ കൊല്ലമെന്ന് പറയുന്നത്. നല്ല ഫുഡ് കിട്ടുന്ന കുറേ സ്റ്റേഷനുകളിൽ നിങ്ങൾ ന്യൂസൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന വൈഫാണത്. നല്ല ഭക്ഷണം കിട്ടുന്ന 2-3 സ്റ്റേഷൻസിൽ ഒരു സ്റ്റേഷനാണ് കൊല്ലം. അതുകൊണ്ട് വൈഫ് വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ കുഴപ്പമില്ല, കഴിച്ചപ്പോൾ അത് ചൂടായിരുന്നു.
ഫ്രഷ് സാധനം തന്നെയായിരുന്നു, പഴയതൊന്നും ആയിരുന്നില്ല. നമുക്ക് കടിച്ച് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല കുറേ പഴയതാണല്ലോ എന്ന്. അപ്പോൾ നല്ലതൊക്കെ തന്നെയായിരുന്നു, അതൊന്നും കഴിച്ച് കുഴപ്പമില്ല. ഇല്ല, എനിക്ക് ഉപ്പ് പാകമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉപ്പ് കൂടിപ്പോയിരിക്കും. നന്നായിട്ട് ഉപ്പ് വയ്ക്കുന്നതിൻ്റെ ഭാര്യയ്ക്ക് ഉപ്പ് കൂടി പറഞ്ഞ് ഉപ്പ് അധികം കഴിക്കാത്ത എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അവൻ്റെ ബിസ്ക്കറ്റ് ചരിച്ച് അവൻ മറ്റേ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഒന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉപ്പ് കൂടി ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അതിൻ്റെ ഉപ്പ് കൂടിയായിട്ടാണ് തോന്നുന്നു ഉപ്പ് കൂടായിട്ട് ഫീൽ ചെയ്യണത് വൈഫിന് അല്ലേ. ഞങ്ങൾ മൊത്തം 3 ബജി വാങ്ങിയത്. 3 ബജിക്ക് അവർ 40 രൂപ വാങ്ങിച്ച്, ശരിക്കും 30 രൂപ 3 ബജിക്ക് 40 രൂപ വാങ്ങിച്ച്. നിങ്ങൾ ആ പയ്യൻ വിറ്റപ്പോൾ അവന് 10 രൂപ അവൻ കമ്മീഷൻ അടിക്കാൻ വേണ്ടി നോക്കിയെന്ന് തോന്നുന്നു. 3 ബജിക്ക് 30 രൂപയാണ് ശരിക്കും. റേറ്റിൽ അങ്ങനത്തെ 30 രൂപ തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്. 30 രൂപയായിരുന്നു. ഇപ്പോൾ 40 രൂപ വെച്ചാൽ പയ്യൻ. പക്ഷേ മറ്റേ സാധനം ഒന്നും ചേർന്നല്ല, വേറെ ആളാണ് നിൽക്കാൻ വന്നത്. അപ്പോൾ അവൻ അവൻ്റെ കമ്മീഷൻ അടിച്ചാൽ 30 രൂപ മാറ്റി 40 രൂപ ആക്കിയെന്ന് തോന്നുന്നു. ഞാൻ 2 കഴിച്ച്, വൈഫ് 1 കഴിച്ച്. വൈഫ് എനിക്ക് ഒരെണ്ണം തന്നത് പകുതി ഞാൻ തിരിച്ചു കൊടുക്കും പ്രതീക്ഷയിലാണ്, പക്ഷെ ഞാൻ കൊടുത്തില്ല. വൈഫിൻ്റെ മുഖം ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. ഒരു പകുതി ഞാൻ കൊടുത്തേക്കാത്ത വിഷമത്തിൽ വൈഫ് ഇരിക്കുകയാണ്, ഭയങ്കര ഡള്ളായിട്ട്. സോറി. ഞാൻ ബജി കൊടുക്കാത്തതിൻ്റെ പ്രതികാരമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ ഫ്രൂട്ടി തീർത്തു ഗൈസ്. ഫ്രൂട്ടി എനിക്ക് കാലിക്കുപ്പിയാക്കി. എനിക്ക് ഫ്രൂട്ടി തന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രൂട്ടി അവൾ തീർത്ത് എനിക്ക് ഫ്രൂട്ടി തന്നില്ല. അത് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. ഒരു സൈക്കോയാണ് എൻ്റെ ഭാര്യ. ബജി കൊടുക്കാത്തതിന് 10 രൂപയുടെ ബജി കൊടുക്കാത്തതിന് പകരമായിട്ടാണ് അവൾ എൻ്റെ ഫ്രൂട്ടി എനിക്ക് ഫ്രൂട്ടി തരാതെ ഫ്രൂട്ടി ഒറ്റയ്ക്ക് കുടിച്ച് തീർത്തത്. വേണമെന്ന് പോലും ചോദിച്ചില്ല. ബജി എനിക്ക് അവൾ ഇങ്ങോട്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ച് അവൾക്ക് വേണ്ടാത്തോണ്ട് തന്നാനിക്ക് വിചാരിച്ചു. പക്ഷെ അവൾ ആ ബജി എനിക്ക് തരുന്ന ഞാൻ വെച്ച് എനിക്ക് തമിഴ്നാട് തന്നെന്ന് വെച്ച് അതിനകത്ത് ഓ പണ്ട് കാര്യമില്ല. എന്തെങ്കിലും ഗതികേട് ബജിക്ക് പ്രതികാരമായിട്ട് ബജിക്ക് പ്രതികാരമായിട്ട് ഒരു കുപ്പി ഫുള്ളായിട്ടുള്ള ഫ്രൂട്ടി ഒറ്റയ്ക്ക് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചേരം ഞാൻ കുടിച്ചോളൂ. കരുനാഗപ്പള്ളി എത്തി. നമുക്ക് കമ്പനിയിൽ നിന്ന് ഒരു ചേട്ടനും ചേച്ചിയും പോയി കളഞ്ഞു. അവർക്ക് കരുനാഗപ്പള്ളി ഇറങ്ങണത്. കരുനാഗപ്പള്ളി എത്തി. കരുനാഗപ്പള്ളി തിരക്കുണ്ട്, മിക്കവാറും ആൾ ഓടിക്കാതെ എന്ന് നോക്കാം. ഓടി ഇവിടെ ഇടിച്ച് കയറി കഴിഞ്ഞാൽ പണി പാവും. നോക്കാം ആരും ഓടി ഇടിച്ച് കയറണം പ്രതീക്ഷയിൽ നോക്കിയിരിക്കുന്നത്. നമുക്ക് കമ്പനിയിൽ നിന്ന് ചേട്ടനും ചേച്ചി പോകണം തോന്നുന്നു. ഇപ്പോൾ നമ്മളിതിൽ ആമ്പാളം ആരുമില്ല. ഞാനും വൈഫും ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ഒരാളും കൂടെ വരുന്നുണ്ട്. കായംകുളം സ്റ്റേഷനെത്തി. കായംകുളത്ത് എൻ്റെ ഒന്നും നല്ല തിരക്കുണ്ട് കായംകുളത്ത്. ഇത്രയും തിരക്കോ ഈ ട്രെയിനിന് വേണ്ടി? സീറ്റില്ലാത്ത ഇവിടെ ഇത്രയും തിരക്കാണ് കായംകുളത്ത്. നമുക്ക് നോക്കാം എന്തൊക്കെ അവസ്ഥ ഉണ്ട്. ആൾക്കാർ കയറാതിരിക്കട്ടെ ഇതിനകത്തേക്ക്. ഇതിനകത്തേക്ക് ആൾക്കാർ ഇടിച്ച് കയറിക്കഴിഞ്ഞാൽ നമ്മൾ പെടും. പിന്നെ നമ്മൾ തിങ്ങി നിരങ്ങി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ നിൽക്കേണ്ടി വരും. ഇവിടെ കുറച്ച് കൂട്ടങ്ങളോട് ആൾക്കാരുണ്ട്. അപ്പോൾ തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കാം. ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് കയറുന്ന ആൾക്കാരാണ്. AC കോച്ചിൽ കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ്. കുറച്ചുകൂടി ഫ്രണ്ട് പോകുമ്പോൾ കുറച്ച് കൂട്ടത്തിൽ ആൾക്കാരൊക്കെ അവരാണ് നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ കയറാൻ ആളുകൾ. അതല്ലെങ്കിൽ വീലാണ്ടാകുമ്പോൾ ഈ കോച്ചിൽ കുത്തി വരുന്ന ആളുകൾ. നോക്കാം അവരൊക്കെ കുത്തി കയറാതിരിക്കട്ടെ. ഒരു കൂട്ടം ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം എത്ര പേര് കയറുമെന്ന് അറിയില്ല. കുത്തിക്കയറി കഴിഞ്ഞാൽ ഉറപ്പാടും പെടും. ഇവിടെ സ്റ്റോപ്പുണ്ടെന്നാണ് തോന്നുന്നത്. ഹരിപ്പാട് എന്നാലും സ്റ്റോപ്പുണ്ട്. മിക്ക വണ്ടികൾ ഹരിപ്പാട് നിർത്താറുണ്ട്. സ്റ്റോപ്പുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. അതിന് തിരക്കില്ലാന്ന് തോന്നുന്നു. തിരക്കെന്ന് തോന്നുന്നില്ല. കാറിനുള്ളതാണ് തിരക്കെന്ന് തോന്നുന്നില്ല. ആശ്രയിക്കുമ്പോൾ നോക്കാം. ഹരിപ്പാടത്ത് പിന്നെ നമുക്കുള്ളത് ആലപ്പുഴ, അമ്പലപ്പുഴ അങ്ങനെ 2 സ്റ്റോപ്പുകളുണ്ട്. പിന്നെ ചേർപ്പലുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ നമുക്ക് എത്താൻ പറ്റും. എറണാകുളത്തെത്താം. എറണാകുളത്ത് നമുക്ക് ആദ്യം നേരം വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല. തുടങ്ങി വീട്ടിൽ പോകുന്ന ഉറപ്പാണ്. അവിടെ നിന്ന് ഊബർ വിളിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്നു. അതിപ്പോൾ ഹരിപ്പാടെത്തിയിരിക്കുന്നത്. ഹരിപ്പാടെത്തി.
അമ്പലപ്പുഴ എത്തി ഗൈസ്. അമ്പലപ്പുഴയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം പിടിക്കുള്ളൂ. പക്ഷെ നമ്മളെ പ്ലാറ്റ്ഫോം ഇപ്പുറത്താണ്. ആ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. സാധാരണ ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം വരാറ്. ഇപ്രാവശ്യം ആ സൈഡിലാണ് പ്ലാറ്റ്ഫോം വന്നത്. ഇവിടെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ട് പുതിയ റെയിൽ പാളങ്ങൾ വരാനുള്ള മെറ്റിലൊക്കെ ഇറക്കി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവിടെയൊക്കെ മെറ്റിലൊക്കെ ഇറക്കി അടിച്ചിട്ടുണ്ട്. പുതിയ റെയിൽ പാളങ്ങളൊക്കെ വരാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ ട്രെയിൻ എടുക്കുകയാണ്. അധികം നേരം നിർത്തിയില്ല. ഒരു 5 മിനിറ്റ് തയ്ച്ച് നിർത്തിയില്ല. 3-4 മിനിറ്റ് നിർത്തിയിട്ടുള്ളൂ. 4 മിനിറ്റ് തയ്ച്ച് നിർത്തിയില്ല. 3 മിനിറ്റ് ആയുള്ളൂ. ആകുമ്പോഴേക്കും വണ്ടി എടുത്ത് നമുക്കിനി പെട്ടെന്ന് അടുത്ത സ്റ്റോപ്പുള്ളത് ആലപ്പുഴയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചേർത്തല. പിന്നെ നമുക്ക് കൊച്ചിയിൽ പോയി ഇറങ്ങാം. കൊച്ചിയിൽ നോർത്തൊക്കെയാണ് രക്ഷപ്പെട്ട്. കുഴപ്പമില്ല. ഏത് വഴിക്കുള്ള സൗത്താണെങ്കിൽ നമുക്ക് മെട്രോ കയറി എടപ്പള്ളി ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാം. നോർത്തിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് ഹൈക്കോർട്ടിലോ ജെട്ടിയിലോ പോയിട്ട് ഒരു വണ്ടി കയറി ജെട്ടിക്കോ ഹൈക്കോർട്ടിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള കണ്ണൂർ വഴിയുള്ള KSRTC ബസ് ഇടപ്പത്തി കിട്ടും. നമുക്ക് നോക്കാം എവിടെ നിർത്തുന്ന അറിയില്ല. എനിക്കൊണ്ട് ജംഗ്ഷനായിരിക്കും നിർത്താൻ ചാൻസ് തോന്നുന്നു. നോക്കാം. ഫൈനലി നമ്മൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ എത്തി. ഇവിടെയൊക്കെ പണി നടക്കുന്നേ ഉള്ളൂ. ആലപ്പുഴയും കൊണ്ട് നമ്മളെ പണി നടക്കുന്നുണ്ട്. മുകളിൽ റൂഫിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആലപ്പുഴ മെയിൻ സ്റ്റേഷനിലെത്തി. ആലപ്പുഴ സ്റ്റേഷനുള്ളൂ. ആലപ്പുഴ. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റേഷൻ ചേർത്തലയാണ്. വൈഫുകാരെ കിടക്കുകയാണ്. അത് കിടന്നു മൊബൈലെ കുറിച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ നമുക്ക് ചേർത്തലാണ്. ചേർത്തല കഴിഞ്ഞാൽ നമുക്ക് എറണാകുളമാണ്. വഴിക്കവിടെയും മറ്റേ DK അവിടെയും പിടിച്ചിടാതിരുന്ന അദ്ദേഹം പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും. തിരക്കുണ്ട്. നോക്കാം. ആലപ്പുഴ സ്റ്റേഷൻ നിർത്തി കഴിഞ്ഞ് ഇവിടെ നിന്ന് എപ്പോൾ എടുക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പെട്ടെന്ന് എടുക്കായിരിക്കും. നമുക്ക് വണ്ടി പ്രതീക്ഷിക്കാം. മാക്സിമം ഒരു 5 മിനിറ്റ് നിർത്തുള്ളൂ. ആലപ്പുഴ മെയിൻ സ്റ്റേഷൻ അതിൻ്റെ ഒരു ചിലപ്പോൾ 5 മിനിറ്റ് നിർത്തുമായിരിക്കും. ബാക്കി എല്ലായിടത്തും നമുക്ക് 3 മിനിറ്റ് 4 മിനിറ്റ് തയ്ച്ച് നിന്നിട്ടില്ല. ഇത് മെയിൻ സ്റ്റേഷൻ അതിൻ്റെ ഒരു 5 മിനിറ്റ് നിർത്താൻ ചാൻസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. 5 മിനിറ്റ് നിർത്താണെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് നേരം പിടിച്ചിടാൻ ചാൻസ് ഇല്ല. എന്തായാലും അന്ന് പ്രതീക്ഷിക്കണം. കാരണം അത് ലോങ് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അതിന് ശേഷം ഒന്നും പിടിച്ചിടാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അയ്യോ മതി. എഞ്ചിൻ ഓഫ് ചെയ്ത് മിക്കവാറും വണ്ടി പിടിച്ചിടും തോന്നുന്നു. ഉണ്ടാകും പണി വാളിയും തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എഞ്ചിനും ഓഫ് ചെയ്ത്. അപ്പോൾ വണ്ടി പിടിച്ചിടുമെന്ന് ചെറിയ സംശയമുണ്ട്. പിടിച്ചിടാതെ പെട്ടെന്ന് എടുത്താൽ മതിയായിരുന്നു. വീട്ടിൽ പോകാൻ അവിടെ ചെന്ന് നമുക്ക് ബസ് കയറി പോകണം. ബസ്സിനൊക്കെ അലഞ്ഞു പോകണം. നമ്മൾ ആദ്യം ടാക്സിക്ക് പോകുന്ന വിചാരിച്ച് എഞ്ചിൻ സ്റ്റാർട്ടാക്കി മറ്റേ ഊബറിന് പോകുന്ന വിചാരിച്ച്. പക്ഷേ ഊബറിൻ്റെ 300-400 കാശാവും. ഞാൻ തന്നെ എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള കാശിലായിട്ട് മമ്മി വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അമ്മയുടെ തോന്നി എനിക്ക് കാശിൽ വരാനായിട്ട് പറഞ്ഞപ്പോൾ മമ്മി എനിക്ക് 1000 രൂപ ട്രെയിൻ വണ്ടി കാശായിട്ട് മമ്മി അയച്ചു തന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഉറപ്പാണ് വീട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് നമ്മൾ മമ്മി കാശ് അയച്ചെന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു. വിഷു ഒക്കെ അല്ലേ വീട്ടിലേക്കാണെന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം നേരത്തെ പോകാമെന്ന് വെച്ചത് അമ്മയുടെ ബർത്ത്ഡേയും കൂടി ആണല്ലോ. അതുകൊണ്ട് തലേദിവസം പോകാമെന്ന് വെച്ചാൽ അങ്ങനെ 12-ാം തീയതി ഇറങ്ങിയത്. 13-ാം തീയതി നമ്മുടെ ബർത്ത്ഡേ ആണ്. വിഷുവിന് തലേ ദിവസം നമ്മുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 12-ാം തീയതി പോകാമെന്ന് വെച്ചത് നമ്മുടെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കാതെ നമുക്ക് വിഷയൊക്കെ ചെയ്യാണ്ട് നേരിട്ട് വിഷയൊക്കെ ചെയ്യാം എന്ന പ്രതീക്ഷയാണ് നമ്മൾ 12-ാം തീയതി പോയത്. അതുകൊണ്ടപ്പോൾ ട്രെയിനിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കുന്നത് 12-ാം തീയതി ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ആവുന്ന മിക്കവാറും 15-ാം തീയതി ആയിരിക്കുമെന്ന് തോന്നുന്നു. അതാണ് അവസ്ഥ. നോക്കാൻ തരും. കാറ്റുണ്ടെങ്കിൽ നല്ല ചൂട് കാറ്റാണ് കഴിച്ചോട്. അപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്ത്. നല്ല ചൂട് കാറ്റടിക്കണം എത്തുമ്പോൾ. ഇപ്പോൾ അങ്ങനത്തെ ഫാൻ ഇട്ടുണ്ടെങ്കിലും അതൊരു ഗുണമൊന്നുമില്ല. നമ്മളെ റെയിൽവേ ഫാനല്ലേ, അതിനൊരു തണുപ്പുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നല്ല ചൂടൊക്കെ ഉണ്ട്. ചൂട് നന്നായിട്ട് കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തി. ഏത് സ്റ്റേഷൻ അറിയാൻ പാടില്ല. ഇതേതൊരു മാരിക്കുന്നുണ്ട് സ്റ്റേഷൻ. എനിക്കൊന്നത് പിടിച്ചിടാൻ വേണ്ടി ഇട്ടാന്ന് തോന്നുന്നത്. ഇവിടെ സ്റ്റോപ്പില്ലാത്തൊരു സ്റ്റേഷനാണ്. സ്റ്റോപ്പില്ലെന്ന് മറ്റേ വേറെ സമയം ട്രെയിൻ പറഞ്ഞാൽ ആപ്പിൽ കാണിക്കുമല്ലോ സ്റ്റോപ്സൊക്കെ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കും തോന്നുന്നു. അധികം സമയം പിടിച്ചിടാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ എമർജൻസി കൊണ്ട് നിർത്തിയേക്കാൻ തോന്നുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കണ്ടത് മാരിക്കുന്ന്, അതാണ് സ്റ്റേഷൻ്റെ പേര്. എനിക്ക് മനസ്സിലാകാം. അത് വന്ദേ ഭാരത് ഒടുക്കത്തെ കാശുമാണ്. ആളെ പറ്റുന്ന സംഭവം വന്ദേ ഭാരത് ശരിക്കും. നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ 15-ാം തീയതി ചിലപ്പോൾ നിൽക്കുള്ളൂ. ഉറപ്പില്ല 15-ാം തീയതി നിൽക്കുള്ളൂ. 15-ാം തീയതി നിൽക്കുകയാണെങ്കിൽ മറ്റേ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് എന്തോ സൂര്യൻ നേരില്ലാത്ത അവസ്ഥയിൽ നമ്മളെ ഇതാക്കുന്നത് പ്രതിഭാസം കാണുന്നൊക്കെ പറയണ്ടായിരുന്നില്ലേ. അത് 15-ാം തീയതിയാണ്. നമുക്ക് നമ്മൾ കൊച്ചി നിൽക്കണം, കാണാം.
നമ്മൾ അതിനുമ്പ് തിരിച്ചു വരികയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ഇന്നലെയും ഞാനെന്തോ ആയിരുന്നു, നമ്മളത് മിസ് ചെയ്ത്, നമുക്ക് അറിയില്ല സംഭവം. ഇപ്പോഴാണ് പിള്ളേർ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇവർ വന്ദേ ഭാരത് പോകാൻ വേണ്ടി പിടിച്ചിട്ടാണ് തോന്നുന്നത്. ഇനി വേറെ ഓരോ ട്രെയിൻ കൂടി പോകാനുണ്ടെന്ന് അറിയില്ല, എടുക്കുന്നില്ല കുറേ നേരിട്ട്. ഒരു കറക്റ്റ് 6 ഇപ്പോൾ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്ത് 7 മിനിറ്റ് പിടിച്ചിട്ട് വന്ദേ ഭാരത് പോകാൻ വേണ്ടി ഇവർ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു. 7 മിനിറ്റ് പിടിച്ചിട്ട് വന്ദേ ഭാരത് ഇപ്പോൾ പോയേ ഉള്ളൂ. 7 മിനിറ്റ് പിടിച്ചിട്ട് വണ്ടി ഇപ്പോൾ എടുത്ത് നമുക്കിനിയിപ്പോൾ സുഖമായിട്ട് ചേർത്തല അടുത്ത സ്റ്റോപ്പ്, അത് കഴിഞ്ഞാൽ എറണാകുളത്ത് എത്താൻ പറ്റും. എറണാകുളത്ത് ജംഗ്ഷനിലാണെങ്കിൽ നമുക്ക് മെട്രോ പിടിച്ച് എടപ്പള്ളി പോയിട്ട് പിന്നെ എടപ്പള്ളിയിൽ നിന്ന് ബസ്സിൽ പോകാം. അതല്ല നോർത്തിലാണെങ്കിൽ നോർത്തിൽ നമ്മൾ പിന്നെ ജെട്ടി വണ്ടി കയറിയിട്ട് ജെട്ടിയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ KSRTC ഉപയോഗിച്ച് വേണം പോകാനായിട്ട്. ജെട്ടി പോകണമെങ്കിൽ KSRTC സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഹൈക്കോടതി പോയാലും മതി, പക്ഷേ ഹൈക്കോടതി പോയിക്കുമ്പോൾ സീറ്റ് കിട്ടില്ല. ആകുമ്പോൾ ജെട്ടി പോയി ഇറങ്ങി സീറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ ജെട്ടിയിൽ ഇറങ്ങിയിട്ട് കയറാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം ട്രെയിൻ അവിടെ നിർത്തുന്ന നമുക്ക് അറിയില്ല. ജംഗ്ഷനിലാണോ നോർത്ത് ടൗണിലാണോ നമുക്ക് നിർത്തുന്ന അറിയില്ല, അത് പോകുമ്പോൾ അറിയുള്ളൂ. നമ്മൾ ചേർത്തലെത്തി. നമുക്കിനി ഒരു സ്റ്റോപ്പ്, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് മെയിനായിട്ട് നിർത്തുന്ന സ്റ്റോപ്പ് ശരിക്കും സ്റ്റോപ്പ്. മറ്റേത് മാലാരിക്കുളം ശരിക്കും സ്റ്റോപ്പായിരുന്നു. അത് വന്ദേ ഭാരത് പോകുമ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേർത്തലെത്തി. ഇനി നമുക്ക് എറണാകുളം ജംഗ്ഷനായി നിർത്തും തോന്നുന്നു. അതോ നോർത്ത് ടൗണാണോ എന്നറിയില്ല, ജംഗ്ഷനാണോ ടൗണാണോ നിർത്താൻ അറിയില്ല. ഏതെങ്കിലും ഒരെണ്ണം നിർത്തും. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും കുഴപ്പമില്ല, പോകാനുള്ള സൗകര്യം ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെയായിരിക്കും. നമുക്ക് പോകാനുള്ള ഒരു കാര്യം റെഡിയാവാൻ അറിയില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് മെട്രോ എടപ്പള്ളി പോയിട്ട് തുടങ്ങി പോകാം. അതല്ലെങ്കിൽ നോർത്ത് കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതായി പോകേണ്ടി വരും. നോക്കാം എന്തായാലും. അങ്ങനെയാണ് ട്രെയിൻ കിട്ടാൻ നമുക്ക് അറിയില്ല. ട്രെയിൻ അവിടെ നിർത്തുന്ന അറിയില്ല. അവിടെ തിരുവനന്തപുരത്തും ചോദിക്കാൻ വിട്ടുപോയി, എവിടെയായിരിക്കും നിർത്തുക, ജംഗ്ഷനിലാണോ ടൗണിലാണോ നിർത്തുകയെന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പം എന്തായാലും വണ്ടി വന്ന് ഫാസ്റ്റായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഹാൻഡിക്യാപ്ഡ് കുറച്ച് കാര്യം എല്ലാം ഉണ്ട്. ആഗ്രഹം നന്നായി തിരക്കാവും. പിന്നെ തിരക്കൊക്കെ പോലീസൊന്നും നമ്മളെ ഇറക്കി വിടും. നമുക്ക് ഓൾറെഡി കാർഡില്ലാത്ത, നമുക്ക് വയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ ഹാൻഡിക്യാപ്ഡ് കയറാൻ. അപ്പോൾ നമുക്ക് ശരിക്കും ആള് പോലീസ് ചെക്കിങ് നമ്മളെ പിടിച്ചിറക്കി വിടും. പിന്നെ വയ്യാന്നുള്ളത് കാണിച്ച്, പിന്നെ സർജറി കഴിഞ്ഞാൽ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സൊക്കെ കാണിച്ച് വേണമെങ്കിൽ കുറച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ അനുവദിക്കുമിരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അത് എല്ലാവരും ചെയ്യണമെന്നില്ല. എല്ലാ പോലീസുകാരും എല്ലാ TTRും സമ്മതിക്കണമെന്നില്ല. ചേർത്തല നല്ല കാറ്റാണ്, ചൂടാണെങ്കിൽ വെയിലാണ്, പുറത്ത് വെയിലാണെങ്കിലും കാറ്റ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ കാറ്റിനാലും ഇച്ചിരി തണുപ്പുള്ള കാറ്റാണ്. എന്ന് വെച്ചാൽ ചൂട് കുറഞ്ഞ കാറ്റായിരുന്നു. ഇപ്പോൾ ചേർത്തലയിൽ ഇത്തിരി തണുപ്പുള്ള കാറ്റാണ് ചേർത്തല കിട്ടുന്നത്. ഇത്തിരി ചൂടിൻ്റെ കാറ്റായിരുന്നു. ഇവിടെ ഇച്ചിരി തണുപ്പിൻ്റെ കാറ്റാണ് കിട്ടുന്നത്. കൊച്ചിയിൽ എന്തായാലും ചൂടൊന്നെയായിരിക്കും. കൊച്ചി ഭയങ്കര പറയാൻ നല്ല ചൂടൊക്കെ ആയിരിക്കും. എന്നാൽ നമുക്ക് കൊച്ചി പോകുമ്പോൾ കാണാം. നമ്മളിപ്പോൾ ട്രെയിനിൽ അധികം പേരില്ല. അപ്പാണ് ഒരാളും പിന്നെ വൈഫിലൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇത്ര ആളുകൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ഇവിടെ ആദ്യം കയറാത്ത ഭാഗ്യം, ഒരുപാട് ആളുകൾ കുത്തി കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെക്കിങ് വരും. അതുകൊണ്ട് ആദ്യം കയറിയിട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം നമ്മളിവിടെ ഇരിക്കുന്നു. നമുക്ക് എറണാകുളത്തേക്ക് അടുത്ത സ്റ്റോപ്പ് അവിടെ കാണാം. ട്രെയിൻ ഇപ്പോൾ എടുക്കുന്ന പ്രതീക്ഷയുണ്ട്. മാക്സിമം 5 ടു വിളിച്ചിടാൻ ചാൻസ് ഉള്ളൂ. അതിപ്പോൾ വിളിക്കാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഏകദേശം ആളുകളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഇപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എടുക്കും. ഇപ്പോൾ എടുത്ത് നമുക്ക് എറണാകുളത്ത് കാണാം. ശരിയാണ്. ഇവിടെ കുമ്പളത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് ട്രെയിന്. ഇപ്പോൾ നമ്മൾ എറണാകുളം അടുത്തൊന്നും തോന്നുന്നു. ഭയങ്കര ചൂടാണ്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഇതിലും നല്ലത് എൻ്റെ സ്വന്തം കാടാണ്, സത്യമായിട്ടുള്ളതാണ്. അവിടെ നല്ല സുഖമല്ലേ നമുക്ക്. എന്നുവെച്ചാൽ ചൂടുണ്ടില്ല എന്നല്ല, പക്ഷെ ഇത്രയും ചൂടില്ല. ഇത് കണ്ണൊക്കെ പോകേണ്ട ഭയങ്കര ചൂടാണ്. നമ്മളെന്തായാലും എറണാകുളം എത്താറായെന്ന് തോന്നുന്നു. എറണാകുളം എത്തണം. എന്തായാലും നമ്മൾ അധിക ദിവസം നിന്നിട്ടില്ല. നമുക്ക് ഭയങ്കര ചൂടിട്ടാണ്. ഞങ്ങളിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കോട കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. കോടമഞ്ഞും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഞങ്ങളുടെ അവിടെ. ചൂട്, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ചൂട്. ഇവിടെയാണെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇങ്ങനെ പിടിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ട്രെയിൻ പോകുന്നുണ്ടാവും. എനിവേ പിടിച്ചിട്ടിട്ടുണ്ട്. ഫാനൊക്കെ നന്നായിട്ട് കറങ്ങുന്നുണ്ട്, പക്ഷെ ഒടുക്കത്തെ ചൂടാണ്. പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ചാർജർ നമുക്ക് വർക്കിംഗ് ആണ്.
എല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ്. ഫുള്ള് ക്ലീനിങ്. ഇതിപ്പോ പോകുന്നത് ന്യൂഡൽഹിക്കാണ്. തറയൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. തറയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റും. പക്ഷെ തരുമ്പോ പറ്റില്ല. നമ്മൾ 3 ദിവസം കഴിയും. കാരണം ആളാ 13-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ, 14-ാം തീയതി വിഷു. ചിലപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അന്ന് തന്നെ രാത്രി കയറും. നമ്മൾ കൊച്ചി എത്തിക്കഴിഞ്ഞെന്ന് അറിയിക്കാം. നമ്മളെ കുമ്പളങ്ങി ഉള്ള നമ്മളെ കായലും കായലും വ്യൂ ഒക്കെ പൊളി സംഭവമാണ്. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റ്. അത് നമുക്ക് തണുത്ത കാറ്റല്ലേ വരുള്ളൂ, ചൂടായിട്ട് വരുന്നതാണ്. നമുക്ക് നിൽക്കോണേ എറണാകുളം ജംഗ്ഷനിലേക്ക് സ്റ്റോപ്പെന്ന് തോന്നുന്നു. എറണാകുളം ജംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് മെട്രോ എടപ്പള്ളിയിൽ പോയിട്ട് എടപ്പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകാൻ എളുപ്പമായിരിക്കും. എടപ്പള്ളിയിൽ നിന്ന് ബസ്സിലാണ് വീട്ടിൽ പോകാം. എങ്ങനെയാണ് കുഴപ്പമില്ല, എങ്ങനെ കാലത്ത് പോകണം വീട്ടിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ നല്ല ചൂടാണ് അവിടെയൊക്കെ, അതാണ് പ്രശ്നം. ഫൈനലി നമ്മുടെ സ്റ്റേഷൻ, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. നമ്മളിത് എറണാകുളം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് മെട്രോ കയറി പോവാം, അതൊക്കെ എളുപ്പം. അത് ബസ് സ്റ്റോപ്പിൽ കയറി പോകണമെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് കുറേ നടക്കാനുണ്ട്. മെട്രോ അത്രയും നടക്കാനില്ല, അതിനേക്കാൾ പകുതി ഉള്ളൂ മെട്രോ നടക്കാനായിട്ട്. നമുക്ക് മെട്രോ കയറി എടപ്പള്ളിയിൽ പോയിട്ട് എടപ്പള്ളിയിൽ നിന്ന് ബസ് കയറി പോവാം. സുഖമായിട്ട് പെട്ടെന്ന് വീട്ടിലെത്താം. നമുക്കെന്താ ഇവിടുന്ന് ഇറങ്ങാം. കൊച്ചി മെട്രോയ്ക്ക് പോവാം. അപ്പാപ്പ രാവിലെ വീണു. അയ്യോ, രാവിലെ ഇടുക്കി കുണ്ട്ര ഭാഗത്ത് പഞ്ചറായിട്ടാണ് വടിയും കുത്തി നടക്കുന്നത്. എനിവേ നോക്കാം നമുക്ക് എന്താണ്. നല്ല തിരക്കുണ്ട്, ആകെ പഞ്ചറായ അവസ്ഥയാണ്. നോക്കാം ഗൈസ്, നമ്മളിത് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് പറയാം. നോക്കാമേ. പുറക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുകയാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ എല്ലായിടത്തും പണി നടക്കുകയാണ്. എന്തൊരു വെയിലെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നോ. അവൻ എൻ്റെ ഫോൺ പിടുങ്ങിയിട്ട് അവൻ്റെ ഫോൺ ചെയ്യണം. ഓ സത്യം പറയാലോ, എനിക്ക് ഈ ഒച്ചപ്പാട് ഉണ്ടാകാൻ ഇഷ്ടമില്ല. എനിക്ക് ദേഷ്യം വരും. നമ്മൾ കാമാൻ പോയിട്ടായിരിക്കണം. കണ്ടോ, നമ്മൾ ഞാൻ നടന്നു പോകണം. വെയിലത്ത് ഞാൻ കരിയും. ഓ ഇനി കരിയാവൊന്നുമില്ല, അതൊന്നും ഞാൻ കുഴപ്പമില്ല. ഫ്രീക്ക് ചെക്കന്മാരൊക്കെ പോണു. മൈ ഗോഡ്. അസ് വൈഫ് കുരങ്ങനാണ്. ഇതേ ആ കുരങ്ങൻ ഇവിടെ ഏതോ മരത്തിൽ കയറി എന്തോ പറിച്ചു തന്നോണ്ടിരിക്കുകയാണ്. എന്താണ് പറിച്ചു തന്നത് താങ്കൾ പറയൂ. നല്ല ടേസ്റ്റാണ്. എൻ്റെ വൈഫാണ്. നമ്മൾ കുരങ്ങനെ പോലെ കണ്ട മരത്തിലേക്ക് കയറി പലതും പറിച്ചു തന്നു. നിങ്ങൾ അതൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ പറിച്ച് തിന്നോന്ന് എനിക്കറിയില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല. വൈഫ് പറഞ്ഞു വൈഫ് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ഓർമ്മയില്ല ഞാൻ കഴിച്ചായിട്ട്. തിന്നിട്ടുള്ളവർ വീട്ടിൽ കമൻറ്റ് ചെയ്യാൻ. ഈ തണുത്ത മരത്തിൽ നിന്നുള്ളതും ഈ ഒരു പഴം കഴിച്ചിട്ടുള്ളവരൊക്കെ നല്ല ടേസ്റ്റാണ് വൈഫ് പറഞ്ഞു. ഞാൻ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ കഴിച്ചത് ഇപ്പോഴാണ്. പക്ഷെ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ടേസ്റ്റുള്ള വൈഫ് കഴിച്ച് ശരിച്ചു കഴിച്ച് വലിയ ഇതിനകത്തുനിന്ന് കുറേ നാൾക്ക് ശേഷം കഴിക്കുമ്പോൾ വൈഫ് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കഴിക്കുമ്പോൾ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയാണ്? അല്ല എന്ത് മധുരമാണ്? ഒരു മുന്തിരിയൊക്കെ പോലെയാണോ അതോ ഞാവൽ പഴം പോലെ അല്ലെങ്കിൽ നല്ല പ്ലംസ് പോലെയൊക്കെയാണോ? അങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. സംഭവം ടേസ്റ്റാണ്. അങ്ങനെ പിരിപിരിപിരിപിരായിരിക്കും. ഇല്ല മുട്ടേൻ്റെ മീനിന്റെ മുട്ട ഉണ്ടാക്കില്ല മഞ്ഞ കളർ, അതുപോലെ ഇതിന്റെ ഉള്ളിൽ അങ്ങനെ. പക്ഷെ മധുരം. കൊച്ചിയിൽ വരാണെങ്കിൽ എടപ്പള്ളിയിൽ ലുലു ഭാഗത്തേക്ക് പോകാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ മെട്രോ കയറി പോവാം. അതാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ പിടിക്കരുത്. ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ മെട്രോ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് മെട്രോ കയറി പോകാം. ഞങ്ങളിപ്പോൾ മെട്രോയുടെ എടപ്പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് ബസ്സായിട്ട് വീട്ടിലേക്ക് പോണത്. നമ്മുടെ അടുത്ത് ടാക്സി കുറിച്ച് പോകാനുള്ള കാശ് മോഡലില്ല. മമ്മി എന്ന കാശ് വെച്ച് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചായിരുന്നു. പിന്നെ വൈഫ് മറ്റേ ബജിയൊക്കെ വാങ്ങിച്ച് മുളക് ബജിയൊക്കെ വാങ്ങിച്ച് അപ്പോൾ പൈസയൊക്കെ കുറച്ച് ചിലവായിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ടാക്സി കുറിച്ച് പോയി ശരിയാവൂല. അവിടെ നമുക്ക് മെട്രോയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോവാം. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ, എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നിങ്ങൾ നടക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ
അപ്പം ഓട്ടോക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ ചുമ്മാ ഇട്ട് കറക്കിയൊക്കെ നമ്മുടെ നിന്ന് പൈസ വാങ്ങിക്കും. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഭയങ്കര വെയിലാണ്. വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടും കാര്യങ്ങളുമാണ്. പക്ഷേ എനിവേ നോക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10, 30, 40 രൂപയ്ക്ക് നമുക്ക് പോയി വരാവുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നടക്കാത്ത കാര്യങ്ങൾ ഇല്ല എന്നാണ് പറയേണ്ടത്. കാരണം നമുക്ക് എപ്പം വേണോ എങ്ങനെ വേണോ എവിടെ വേണോ പോയിട്ട് വരാം. പക്ഷെ അത് നമ്മുടെ കയ്യിരിപ്പ് പോലെ ഉണ്ടാവും. അപ്പം എൻ്റെ കെട്ടിയപ്പോൾ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് കൈക്കും കാലിനും ബലക്കുറവാണ്. അതാണ് അവർ സ്റ്റിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന മെയിൻ റീസൺ ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം ലെഫ്റ്റ് കയ്യിൽ ബലമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഒരു ഗ്ലാസ്സും എടുത്ത് അത് കൊണ്ടുപോയി തറയിടും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു പണി ആ കൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ലെഫ്റ്റ് കയ്യിൽ സ്റ്റിക്ക് യൂസ് ചെയ്ത് നടക്കുന്നത്. എനിവേ പോട്ടെ, നോക്കാം. ഇനി മെട്രോയിൽ കയറിയിട്ട് ബാക്കി കാര്യം പോണ്. ഞാനും ബാക്കിലേ പോട്ടെ. എനിക്ക് ഈ സംഭവം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടാറില്ല. ഇപ്പം കിട്ടി. ഇപ്പം ഞാൻ മാറിപ്പോയേനെ. അപ്പം ഗൈസ് നമ്മൾ അപ്പോൾ എൻ്റെ കെട്ടിയ വിഴുങ്കാശയൊക്കെയാണ് കാണാൻ അറിഞ്ഞുകൂടെ എവിടെ പോവേണ്ടതെന്ന്. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് കടയിൽ പോയി ചോദിച്ചിട്ടാണ്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നേരെ പോവുക, പ്ലാറ്റ്ഫോം നമ്പർ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ്കലേറ്ററിൽ കയറി ഗൈസ്, എസ്കലേറ്ററിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കെട്ടിയുടെ കാണും 6 അപ്പോൾ ആൾ കൂടെയുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത്തെ എസ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ ആലുവ ഭാഗത്തേക്കുള്ളതാണ് കയറാനുള്ളത്. നമ്മൾ ആലുവ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കയറാൻ വേണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക്. ഇത് പിന്നെ അവാർഡ് സിനിമ ആയതുകൊണ്ട് ഇങ്ങനെ സ്ലോ മോഷനാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ കളിയാക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഒത്തിരി നാളായിട്ട് ആളെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നതേ ഇല്ല. എനിവേ ഇനി ആളുടെ കാര്യം കൂടി നോക്കേണ്ടത് ആളുടെ ചുമതലയാണ്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള കഠിന പ്രയത്നങ്ങൾ ചെയ്യാറുണ്ട്. ഇനി ബാക്കിയുള്ളത് പുള്ളീൻ്റെ ഭാഗത്ത് നിന്ന് നോക്കാം. ഞാനിത് പ്ലാറ്റ്ഫോം നമ്പർ 1 കണ്ടോ എത്തിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 നേരത്തെ ഉണ്ടായിരുന്നത് പോയി. ഇനി 6 സെക്കൻഡ്, വീണ്ടും 6 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതാ എത്തി എൻ്റെ കെട്ടിയാൽ 6 മിനിറ്റ്. നമ്മളിങ്ങോട്ട് കയറുമ്പോഴാണ് ഫസ്റ്റ് ആ മെട്രോ പോയായിരുന്നു. അപ്പോൾ ഇനി അതെ ഇരിക്കാൻ വേണ്ടി സ്ഥലമില്ല ഗൈസ്. ഇങ്ങനെ നടക്കണം, തെക്ക് കൊടുക്കണം. ഇനി ഇവിടെ നിൽക്കുക, അതാണ് നല്ലത്. അപ്പം ഗൈസ് നമ്മൾ പോകാനുള്ള മെട്രോ വന്നുകൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടാണ് വീഡിയോ ഓൺ ആക്കിയത്. നോക്കാം. യെസ്, നമ്മുടെ മെട്രോ വണ്ടി വന്നു. നീള, നമ്മളുടെ മെട്രോയുടെ പേര് നീള. എൻ്റെ കെട്ടിയാൻ കയറാൻ വേണ്ടി പോവുകയാണ്. സ്ഥലം നിനക്കുള്ള സീറ്റുണ്ട് ഗൈസ്. അപ്പം ഈ നിൽക്കുന്ന അപ്പച്ചനാണ് നമുക്ക് സീറ്റ് മാറി തന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പ്രായമുള്ള മനുഷ്യനാണ്. എനിവേ പാവം, എനിക്ക് സങ്കടം തോന്നി കേട്ടാ. എനിക്കിരിക്കാൻ വേണ്ടി സീറ്റ് മാറി. ബാക്കി എല്ലാവരും ഇങ്ങനെ കുത്തമ്പിനാറ് പോലെ ഇരിക്കുമ്പോൾ ആൾ മാത്രമേ എഴുന്നേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കിരിക്കാൻ വേണ്ടി സ്ഥലം ആ അപ്പച്ചൻ മാറിക്കൊടുത്തത്. എനിവേ അപ്പം ഗൈസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ മനുഷ്യന്മാരിലും നന്മയുള്ള മനസ്സുകളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ല വരട്ടെ പുള്ളിക്ക്. ഫൈനലി ഗൈസ് ഞങ്ങൾ എടപ്പള്ളി എത്തി. എൻ്റെ അമ്മേ, പുറത്തോട്ടിറങ്ങിയപ്പോൾ വീണ്ടും ചൂടോ ചൂട്. നല്ല തിരക്കുണ്ട്. ഞങ്ങളിത് എടപ്പള്ളി താഴ്ന്ന് നമ്മൾ ഇറങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പുറത്തേക്ക്. ഇതാണ് നമ്മളെ എടപ്പള്ളി ഇതിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കാണുന്ന സലൂണാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. കാശുള്ളവർ മാത്രം വരെ, അല്ലാതെ വന്നു കഴിഞ്ഞാൽ പിച്ചക്കാരായി പോകും നമ്മൾ.
ഭയങ്കര ക്യാഷും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം എൻ്റെ കെട്ടിയതിന് ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഐ ലവ് കൊച്ചി മെട്രോ ഐ ലവ് കണ്ടോ. മെട്രോയുടെ പകുതിയില്ല കേട്ടോ. നോക്കാം, നമുക്കിവിടെയൊക്കെ എനിക്ക് ഒച്ച ഇഷ്ടമല്ല. ഗായ്സ് ഇവൻ്റെ പട്ടി ഇവൻ ഒച്ചപ്പാടുണ്ടാക്കണതാണ്. ഗായ്സ് ഒച്ച കാരണം ഞാൻ ഇറങ്ങി ഓടി. ഇവിടെ ഇത്ര ആൾക്കാരിക്കണം അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണേ. അത് എനിക്കിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും നടത്തണ ഇഷ്ടമില്ല, ഭയങ്കര നാണക്കേടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി. എനിക്കിഷ്ടമില്ല ഗൈസ്, എനിക്കിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കണ ഇഷ്ടമില്ല, ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കണത് അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല. എനിവേ നോക്കാം ഗൈസ്. ഫൈനലി നമ്മൾ എടപ്പള്ളി എത്തി. നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവർ നമുക്ക് വണ്ടി നിർത്തി തന്നായിരുന്നു. അപ്പോൾ പറവൂരിക്ക് എപ്പോഴും വണ്ടി കിട്ടത്തില്ല, കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ട്. എൻ്റെ കെട്ടിയ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെയാണെന്ന്. ഭയങ്കര ചൂടാണ്. ഞാൻ ഇരിക്കുന്നത് കാട്ടേരിയിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമില്ല, ഇത്രയും വെയിലില്ല. പക്ഷെ ഇവിടെ കണ്ട ഒടുക്കത്തെ ബ്ലോക്കാണ്, 2 സൈഡും ഒടുക്കത്തെ ബ്ലോക്ക്, പണി നടക്കണ് എല്ലാം കൊണ്ടും. ചേട്ടൻ ഹോണടിച്ച് തെറിപ്പിക്കണം പോവാതെ ചുമ്മാ. 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ട് കഴിച്ചു. എന്നാൽ ഓട്ടോക്കാരെ കൊണ്ടാണ് ഭയങ്കര ശല്യമാണ്. കാരണം ഇവിടെ ബസ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഓട്ടോക്കാർ ഓട്ടോയും എടുത്തുകൊണ്ട് പാഞ്ഞ് പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ആൾക്കാരെ പൊക്കിക്കൊണ്ടു. അങ്ങനെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല, കാരണം എല്ലാവർക്കും ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഉണ്ട്, അതിനനുസരിച്ച് പോകണം എന്നൊക്കെയാണ്. എനിവേ നോക്കാം കണ്ട ഇവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തും. എന്തൊരവസ്ഥ നോക്കണം. നമ്മൾ ബ്ലോക്ക് ഇല്ലാതെ രക്ഷപ്പെട്ടു പോകണം. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ എറണാകുളം ലുലു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. അപ്പുറത്ത് കാണുന്നത് ഇതുപോലെ തന്നെ അവർ സ്ഥലം വാങ്ങിച്ച് ഫ്ലാറ്റ് പോലെ കെട്ടി റൂംസ് ആണെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഇഷ്ടംപോലെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കെയും ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്യാം. ഇതാണ് നമ്മുടെ ലുലു ഹെഡ് ഓഫീസ് ഇന്ത്യ കണ്ട, ലുലു ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനാഷണൽ. ഇത് ഫ്ലാറ്റാണെന്ന് തോന്നുന്നു, എന്തിനാണെന്ന് അറിയത്തില്ല. എനിവേ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാക്കി പിന്നെ കാണിച്ചു തരാം. പക്ഷേ ഇതാണ് ഇവിടെ പണി നടക്കുന്ന പാലം. നമ്മുടെ തമിഴ്നാട് നിന്ന് അങ്ങനെ കർണാടക അങ്ങനെ ഇവിടെ ഒരിടത്ത് സ്റ്റോപ്പില്ലാത്ത രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പണിയുന്ന പാലമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് വലിയ പാലമാണ്. അപ്പോൾ നമ്മളിപ്പം എടപ്പള്ളി പാലമാണ് ഇത്. എടപ്പള്ളി പാലം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ നടക്കുക ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കും ഇതൊക്കെ ആണ്. നമ്മൾ മറ്റേ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ നടക്കുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, ഫസ്റ്റ് പ്രൈസ് അടിച്ച് എത്ര ലക്ഷം രൂപ ഫ്ലൈറ്റ് എന്നാ ആ ഇത് ജോബിക്ക് കൊടുത്തത് ഇവിടെയാണ്. എനിവേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം നമ്മുടെ തിരക്കും കാര്യങ്ങളും. അപ്പോൾ ഫൈനലി നമ്മൾ സിഗ്നൽ കിട്ടി. ഇത് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം റോഡ് പണിക്ക് വേണ്ടിയിട്ട് കുത്തിക്കുളിച്ചൊക്കെ ഇട്ടിട്ട് ഈ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയ സിഗ്നലാണ്. എറണാകുളം കണ്ടെയ്നർ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേരാൻ നല്ലൊരു സിഗ്നൽ. ആ സിഗ്നൽ ഒരൊറ്റ സിഗ്നലാണ് എൻ്റെ ജീവിതം നശിച്ചു പോയത്. കാരണം അവൻ്റെ ലൈഫ്, എൻ്റെ ചേട്ടൻ്റെ ലൈഫ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്നെ ജോലിക്ക് ഉണ്ടാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും വയ്യാതായി കിട്ടൂല എന്ന് പറഞ്ഞ് പിന്നെ കിട്ടിയതാണ്. ഈ സിഗ്നലിൽ എപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നൊരു സിഗ്നലാണ്. കാരണം പെട്ടെന്നാണ് സിഗ്നൽ മാറി എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം മാത്രമല്ല, നമ്മൾ എന്താ പറയുക വിശ്വാസമുള്ള ആൾക്കാർ കഷ്ടകാലം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഇത്. സിഗ്നലിൽ കാത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ ചേട്ടനെ വണ്ടി വന്നിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും വണ്ടി വന്നിടിച്ചില്ല, നമ്മൾ പോയിടിച്ചെന്നൊക്കെ പറയും. ഇതാണ് ആ സിഗ്നൽ. ഇപ്പം അതിൻ്റെ നടുക്ക് കൊണ്ട് പൊടിച്ച് ഇപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതേ സെയിം സിഗ്നലിൽ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ സിഗ്നൽ കിട്ടാതായിട്ട് ഇതിൻ്റെ അവിടെ നിന്ന് ഇടത്ത് വശത്തുനിന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളമശ്ശേരിക്ക് പോകുന്ന വണ്ടി വന്നിട്ടാണ് അവർ വണ്ടി ഇടിക്കുന്നത്.
മെയിനായിട്ട് സിഗ്നലാണ്. സംഭവം പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ട്രാഫിക് പോലീസിൻ്റെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസും എല്ലാവരും കണ്ടില്ല. സംഭവം ആയതുകൊണ്ട് തന്നെ ആളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും. എൻ്റെ ചേട്ടൻ ഇവിടെ ഈ തറയിലിടിച്ച് അപ്പുറത്തെ തറയിൽ പോയിട്ട് ഈ മഞ്ഞ പോലെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടില്ലേ, ഇവിടെ നിന്നാണ് വണ്ടി വന്നിടിച്ചത്. ഇവിടെ വന്ന് ഇടിച്ച് 3 ഇതായിട്ട് തിരിഞ്ഞ് വന്ന് തലയിടിച്ചിട്ടാണ് ആൾ കോമേഴ്സിലൊക്കെ പോയത്. അതിനെക്കുറിച്ച് നമ്മളൊരു ലോങ് വീഡിയോ നമ്മൾ വേറെ ഒരെണ്ണം ഇടുന്നുണ്ട്. ഇതിപ്പോൾ ചലനല സിഗ്നലിൽ അടുത്ത് കയറാൻ പോകുന്നത് കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ പാലം. ഈ കാണുന്ന പമ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പെട്രോൾ പമ്പാണ്. പിന്നെ ഇപ്പം നമ്മൾ കയ്യിലൊക്കെ തത്തയൊക്കെ വന്നിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അത് ഇതാണ് ബ്ലൂ പെസാർ ഷോപ്പ് വില്ല. ഇവിടെയാണ് ആ മറ്റേ തത്തയും പാമ്പും ഒക്കെ ഉള്ള സ്ഥലം. അവിടെ വന്നിട്ട് താഴെ പോയി കഴിഞ്ഞാൽ തത്തയൊക്കെ കയ്യിൽ വന്നിരിക്കണം. അതിൻ്റെ ഒരു ഫോട്ടോസ് എൻ്റെ അടുത്ത് കുറച്ചുണ്ട്. ഞാനിതിൽ നമുക്ക് എഡിറ്റിങ് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. അറിയാമായിരുന്നെങ്കിൽ നമ്മളതൊക്കെ എടുത്തിട്ടേനെ. ഈ കയറാൻ പോകുന്ന പാലമാണ് വരാപ്പുഴ പാലം. നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ നീളം കൂടിയ പാലം ഇതായിരുന്നു. പിന്നെ ഇപ്പം 2ാം സ്ഥാനമായി, കാരണം വേറൊരു പാലം വന്നു. ആലപ്പുഴ, എറണാകുളം ആലപ്പുഴ ജോയിൻ്റ് ആകുന്നു. അങ്ങനെ അതിന് ചേട്ടൻ മാത്രമല്ല, എനിക്കത് വലിയ പിടുത്തമില്ല. അപ്പം ഇതാണ് ആ പാലം, വരാപ്പുഴ പാലം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് വരാപ്പുഴ. ഇത് വരാപ്പുഴ പാലം. ഇത് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ സ്റ്റോപ്പാണ്. ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റോപ്പായി. ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. ഞങ്ങളെ വരാപ്പുഴ എന്ന് പറയുന്നത് ഇതാണ് വരാപ്പുഴ. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ കാണാം. നമ്മൾ ഇങ്ങനെ പോകുന്നത് ഓഗസ്റ്റ്. ഞങ്ങൾ 2 മാസം ഇവിടെ ഇല്ലാതായപ്പോഴത്തേക്ക് ഇത്രയും മാറ്റങ്ങളും. അവിടെ നിന്ന പറമ്പില്ല ഒരു സാധനം എല്ലാം പറമ്പൊക്കെ മുട്ടയിട്ട് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടുതലാവുന്നതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. പുരോഗമനം വേണം, പക്ഷെ അത് പ്രകൃതി നശിപ്പിച്ചുകൊണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം നമ്മൾ ഒരു മരം വെട്ടി ഒരു തൈ നടണം എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. നമ്മളെ സ്റ്റോപ്പാണ് ഈ കാണുന്ന പാലത്തിന് എഡ്ജായി. അടുത്തത് നമ്മളെ സ്റ്റോപ്പാണ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് റോഡ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നടന്ന് പോകും. അപ്പോൾ ഫൈനലി ഞങ്ങൾ വരാപ്പുഴ SNDPയിലെ ബ്ലോക്കാണ് ഈ കാണുന്നത്. നിങ്ങൾ ആ കാണുന്നതാണ് SNDPയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇത്. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കെട്ടിയൻ്റെ എലിവാടം പോലെ പോകും. ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെ വില്ലേജ് എത്തിക്കുക. അതാണ് പോ. സംഭവം ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ടെങ്കിൽ എനിക്ക് തുണി അലക്കാനുണ്ട് ഗൈസ്. എൻ്റെ റൂമിൽ പൂച്ച, ഏതോ ഒരു ശനിയം പൂച്ച കയറിയിട്ട് കുട്ടിയിട്ട് 6 7 കുട്ടി പോകുമ്പോൾ വീട്ടിൽ കാണാനും ഗൈസ് ഞാൻ യാതൊരു ദാക്ഷിണ്യം കാണിക്കാതെ ഫുട്ബോൾ പോലെ തട്ടിക്കളയുന്നതാണ്. കാരണം നമ്മൾ വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വാടക വീടൊക്കെ നമ്മൾ കാലിയാക്കിയിട്ട് അമ്മേൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ റൂമിൽ ആരും കയറാറൊന്നുമില്ലായിരുന്നു, കാരണം എനിക്കിഷ്ടമില്ല, ഞാൻ വഴക്കുണ്ടാക്കുമായിരുന്നു. എനിവേ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് പൂച്ച റൂമിൽ കയറി പ്രസവിച്ചതൊന്നും ആരും അറിയാതെ പോയി. ജനൽ അടയ്ക്കാത്തന്നെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് കിടന്ന ഭയങ്കര നാറ്റമായിരിക്കും. നമ്മൾ ഒത്തിരി നാളില്ലാതിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ജനൽ ഒരു സൺസൈഡ് പോലും ഇല്ല അതിൻ്റെ. കാരണം വെച്ചാൽ ഈ പൂച്ചയ്ക്ക് ചാടി കയറാൻ വേണ്ടി പറ്റൂല, ഹൈറ്റ് ഉണ്ട് സൺസൈഡിന്. ആ സൺസൈഡ് വഴിയാണ് ആ പൂച്ച അത്രയും വലിയ വയറും വെച്ച് ചാടി കയറി. എനിവേ ഞാൻ പൂച്ചേനെ ഒന്നും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കില്ല, മറ്റേ കുബേര സിനിമയിലൊക്കെ പറഞ്ഞു. അതാണ് മറ്റേ ദിലീപിൻ്റെ സിനിമ പറയുമ്പോൾ പൂച്ചേനെ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി തിന്നും. എൻ്റെ കെട്ടിയതിന് പിന്നെ പൂച്ചയും പാമ്പോ എലിയ തവള എന്തെങ്കിലും കിട്ടിയപ്പോൾ തിന്നും. അത് നരഭോജിയാണ്. എനിവേ നമ്മൾ നോക്കാം. നമ്മൾ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാൻ ദൂരമുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. അപ്പം നടന്ന് യെസ് ഗൈസ്
മാവിന് ദേ മാങ്ങയൊക്കെ നിൽക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നെടുമങ്ങാടൊക്കെ പോകാൻ വേണ്ടി ബസ് ഇറങ്ങൂലേ, സെയിം ദൂരമുണ്ട് ഇവിടെയും. എനിവേ നോക്കാം, ഇവിടെ എല്ലാവരും പറമ്പൊക്കെ വൃത്തിയാക്കി. വാവ്, സൂപ്പർ. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഞങ്ങൾ നടന്നത് ഇവിടെയൊക്കെ വീട് വലിയ ഭയങ്കര ചൂട്. എന്നെ നോക്കിയാൽ മതി, നിങ്ങൾ കണ്ടോ വിയർത്തൊലിക്കുന്നു പണിയെടുക്കാതെ. തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് മരങ്ങളൊക്കെ കാടൊക്കെ അതിന്റെ ഒരു തണുപ്പൊക്കെയാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്. പ്രശ്നം ആയിക്കോട്ടെ, ഇവിടെ മരങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്, നമ്മൾ താമസിക്കുന്ന വീട് വലിയൊരു വീടാണ് കേട്ടോ. സംഭവം ഭയങ്കര സെറ്റപ്പൊക്കെയാണ്, പക്ഷേ 13,000 രൂപ വാടകയുണ്ട്. അപ്പം നമ്മൾ അറിയാം, അവൻ്റെ അതാണ് ഓണർ ലണ്ടനിലാണ്. അയാളുടെ മകള് ആണ് ആ വീട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും ആ വീടിന് 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കെട്ടിയവൻ ഒറ്റ കാരണം ആ വീട് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ലോൺ ഇട്ട് വാങ്ങിച്ചു തരായിരുന്നു. പക്ഷേ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് അമ്മയുടെ വീട്ടിലാണ്. അവർ 5 മക്കളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് 5 മക്കളാണ്, ആളടക്കം. അപ്പോൾ എല്ലാവരും മീൻസ് അനിയന് എന്നെക്കാട്ടി 1 വയസ്സ് ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല പ്രായപൂർത്തിയായ ആൺപിള്ളേരാണ്. അപ്പം ആൺപിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കണം. നമ്മൾ പെൺകുട്ടിയുണ്ട്, അനിയത്തി ചെറിയ ആളാണെങ്കിലും അവൾക്കും നമ്മൾ, എൻ്റെ നാത്തൂൻ, അവൾക്ക് നമ്മൾ അവളുടേതായ പ്രൈവസി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി സ്വിഗ്ഗിയൊക്കെ ഓടുന്നതാണ് അനിയന്മാരൊന്നും വീഡിയോ വരുമെന്ന് എനിക്കറിയത്തില്ല, അത് ആളുടെ കയ്യിലിരിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായി. നിങ്ങൾക്കറിയാം, ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളെ വീടിൻ്റെ അവിടെ തന്നെ ചേച്ചി നിൽക്കുന്ന വീടെന്ന് പറയുന്നത് കുഞ്ഞു വീടാണ്, ഒരൊറ്റ റൂമേ ഉള്ളൂ. നമ്മൾ 2 ദിവസം ഞാൻ ആ പൂച്ചേനൊക്കെ വെച്ച് കളിക്കുന്ന ചെറിയ ഷോർട്ടൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ ഇൻസ്റ്റയിലുണ്ട്, ആളുടെ ഇൻസ്റ്റയിലും ഉണ്ട്. എൻ്റെ പേര് ശ്രുതി എന്നാണ്, ശ്രുതി RJ എന്നാണ്. അപ്പോൾ എൻ്റെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമെന്ന് എനിക്കറിയാം, നിങ്ങൾ ജസ്റ്റ് കയറി കണ്ടു നോക്കണം. അപ്പോൾ അതിലുണ്ട്, കാരണം ആ വീടിന് തന്നെ 2,500 രൂപയാണ് വാടക. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിന് സ്റ്റാർട്ടിങ് 7,000 രൂപയാണ് വാടക. പിന്നെ ആൾക്ക് എപ്പോഴും വയ്യാതെയൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, റോഡ് സൈഡ്, കാരണം പുള്ളിക്ക് പെട്ടെന്ന് ഫിക്സ് വരിക, പെട്ടെന്ന് വയ്യാതാവും, തലയിറങ്ങി വീഴുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യം എല്ലാം നോക്കിയിട്ടാണ് പിന്നെ വീടെടുക്കുന്നത് എപ്പോഴും. അപ്പോൾ ആൾക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഇപ്പോഴും ആൾക്ക് തല ഓട്ടിയില്ല. അപ്പം അതിനനുസരിച്ചുള്ള കെയർ നമ്മൾ കൊടുക്കാൻ. സംഭവം ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കാൻ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും സംഭവം അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കപ്പേള, മുട്ടിനകം ചർച്ച് റോഡാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്തായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇതാണ് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു പഞ്ചറൊട്ടിപ്പ് കടയാണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ശ്രോയസ് നഗർ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇത് വില്ലാസാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ വീടാണ്. ആ കാണുന്ന പച്ചയാണ് ഞങ്ങളുടെ വീട്, നേരെ കാണാം. വലത് കാല് വെച്ച് പോകും. ആ നേരെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അയ്യോ വലുതായിപ്പോയി, സോറി. നമുക്ക് വേണ്ടിയിട്ട് മണിയറ തുറന്നിട്ടിട്ടുണ്ട് നമ്മുടെ വീട്. നമ്മളെ വീട് അടയ്ക്കില്ല. അടയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. എനിവേ നോക്കാം, വീട്ടിൽ പോകുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡും അമ്മയും മിണ്ടുന്ന ദിവസമാണ്. എനിവേ നോക്കാം. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്ന മമ്മിയുടെ അടുത്ത് നിന്ന് നമ്മുടെ റൂമിൽ നമ്മൾ മറ്റേ വീട്ടിലെ സാധനമൊക്കെ പെറുക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയതാണ്. ഇവിടെ പൂച്ചകയറി പ്രസവിച്ചിട്ട് തുണിയെല്ലാം നശിപ്പിച്ചിട്ടു. തുണിയും പിന്നെ ആ തുണിയുള്ള എല്ലാത്തിനും പൂച്ചകയറി പ്രസവിച്ചിട്ട് മൊത്തം നശിച്ചിട്ട് എല്ലായിടത്തും കഴുകണം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ കൊണ്ട് പിന്നെ കാണുന്നവരെ ബൈ ഫ്രം RJ.